ജ്ഞാനദേശികൻ എന്നതായിരുന്നു യഥാർത്ഥ നാമം. ഇളയരാജയുടെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് പഞ്ചു അരുണാചലം ഈ പേര് ഇളയരാജ എന്നാക്കി മാറ്റി. ഇളയരാജ തമിഴ്നാടിന്റെ ഗ്രാമീണ സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി ലയിപ്പിച്ച് തന്റേതായ ഒരു ശൈലി ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. 1993 ക്ലാസിക് ഗിറ്റാറിൽ ഇളയരാജ ലണ്ടനിലെ ട്രിനിറ്റി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്നും സ്വർണ്ണ മെഡലോടെ ഡിപ്ലോമ കരസ്ഥമാക്കി. 1991 അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ദളപതി എന്ന തമിഴ് ചിത്രത്തിലെ രാക്കമ്മ കയ്യേത്തട്ട എന്ന ഗാനം ലോകത്തിലെ ഏറ്റവും മികച്ച 10 ഗാനങ്ങൾക്കായി BBC നടത്തിയ തെരഞ്ഞെടുപ്പിൽ 4ാം സ്ഥാനത്തെത്തി. In a poll conducted by CNN IBN celebrating 100 years of Indian cinema in 2013, Padma Bhushan Ilayaraja was voted the greatest music composer of India with a maximum of 49% votes. ഇന്ത്യൻ സിനിമയിൽ വളരെ വ്യത്യസ്തമായ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരെ അമ്പരിപ്പിച്ച സംവിധായകനാണ് ബാലു മഹേന്ദ്ര. ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും ഛായാഗ്രാഹകനുമാണ് ബാലു മഹേന്ദ്ര എന്ന ബെഞ്ചമിൻ ബാലു മഹേന്ദ്ര.
അതിശയത്തിന്റെയും ആകാംക്ഷയുടെയും മാസ്മരികതയുടെയും ഒരു അപ്രപാളിയായിരുന്നു നവോദയ അപ്പച്ചന്റെ മനസ്സിൽ ഉദിച്ച പുതിയ ആശയമായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ. 3D എന്ന പുതിയ തലത്തിലേക്ക് ഇന്ത്യൻ സിനിമയെ മലയാളം എന്ന മാധ്യമത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്ത അതുല്യ പ്രതിഭാശാലി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ്, 70mm എന്നീ സംരംഭങ്ങൾക്ക് കൂടി ഉടമയായിരുന്നു അപ്പച്ചൻ. സംവിധാനം ചെയ്തത് ജിജോ പുന്നൂസും തിരക്കഥ എഴുതിയത് രഘുനാഥ് പാലേരിയുമാണ്. ഒരു കൂട്ടം കുട്ടികളുടെ കഥയാണ് ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. കുട്ടികളുടെ കൂട്ടുകാരനായി കുട്ടിച്ചാത്തൻ എത്തുന്നതും തുടർന്ന് ഉണ്ടാകുന്ന സാഹസികവും രസകരവുമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. 1984 ഓഗസ്റ്റ് 24 ഇന്ത്യയിലെ ആദ്യത്തെ 3D ചലച്ചിത്രമായ ഈ സിനിമ പ്രദർശനത്തിനെത്തിയത്. ഈ ചിത്രത്തിന് സംഗീതം നൽകിയത് സംഗീത കുലപതിയായിരുന്ന ഇളയരാജയാണ്. അതുവരെ കാണാത്ത കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സെറ്റും സംഗീതവും ചിത്രത്തെ വേറൊരു തലത്തിലേക്ക് പ്രേക്ഷകരെ കൊണ്ടെത്തിച്ചു. ആലിപ്പഴം പെറുക്കാൻ കിളിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ കിളിക്കൂട നിവർത്തി, പൂക്കുരുവി പൂവാക്കുരുവി പൊന്നോല ഞാലിക്കുരുവി വഴിവാ. ആലിപ്പഴം പെറുക്കാൻ കിളിക്കൂട നിവർത്തി, ആലിപ്പഴം പെറുക്കാൻ കിളിക്കൂട നിവർത്തി, പൂക്കുരുവി പൂവാക്കുരുവി പൊന്നോല ഞാലിക്കുരുവി വഴിവാ. ആലിപ്പഴം പെറുക്കാൻ കിളിക്കൂട നിവർത്തി, പൂക്കുരുവി പൂവാക്കുരുവി പൊന്നോല ഞാലിക്കുരുവി വഴിവാ. ആലിപ്പഴം പെറുക്കാൻ കിളിക്കൂട നിവർത്തി വാ.
നൊമ്പരത്തിന്റെ തണുത്ത വിരലുകൾ കവിളിൽ തലോടുന്നത് പോലെ കാതോട് കാതോരത്തിന്റെ സംഗീതം പൊട്ടിയ ചില്ലിന്റെ കൂർത്തമന ഹൃദയത്തിലേക്ക് കുത്തിക്കയറും പോലെ ഭരതന്റെ ഓരോ സിനിമയ്ക്ക് വേണ്ടിയും കാത്തിരുന്ന കാലം. കാലം ചെല്ലുമ്പോൾ ഫിലിം പ്രിന്റുകൾ നിറം മങ്ങിപ്പോകാറുണ്ട്. പക്ഷേ മനസ്സിൽ നിറമങ്ങാതെ നിൽക്കുന്ന അപൂർവം ചിത്രങ്ങളിൽ ഒന്നാണ് കാതോട് കാതോരം. നിഷ്കളങ്കതയും നൈർമല്യവും കൊണ്ടൊരു ഭരതചിത്രം 1985 പുറത്തിറങ്ങി. ആ നിഷ്കളങ്കത തന്നെയാണ് നമ്മളെ നൊമ്പരപ്പെടുത്തുന്നതും. ONV കുറുപ്പ് രചിച്ച ഗാനങ്ങൾക്ക് ഔസേപ്പച്ചൻ, ഭരതൻ എന്നിവരാണ് സംഗീതം പകർന്നത്. ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയതും ഔസേപ്പച്ചനാണ്. ഔസേപ്പച്ചന്റെ ആദ്യ ചിത്രമായ ഇതിലെ പാട്ടുകൾ ഹിറ്റുകളായി മാറി. കമലഹാസനെ കൂടാതെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 3 തവണ നേടിയ ഏക നടനാണ് മമ്മൂട്ടി. 1988 കേന്ദ്ര സർക്കാർ ഇദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു.
Lakshmikant Pyarelal composed Indian classical music as well as Western music. They composed music for about 635 Hindi movies from 1963 to 1998, working for almost all notable filmmakers. Tezab gave actress Madhuri Dixit first big break and reaffirmed Anil Kapoor's status in Bollywood filmdom. Anil Kapoor won the Best Actor, Alka Yagnik won the Best Playback and the Best Choreography Award to Saroj Khan for the song Ek Do Teen picturized on Madhuri Dixit. 1990 കാലഘട്ടത്തിൽ ബോളിവുഡ് രംഗത്തെ മുൻനിര നായികയായിരുന്നു മാധുരി. അക്കാലത്ത് ഒരുപാട് വിജയ ചിത്രങ്ങൾ നൽകിയ മാധുരി ബോളിവുഡ് രംഗത്തെ മികച്ച നടിയെന്ന പേര് നേടിയിരുന്നു. 2008 ഭാരത സർക്കാർ പത്മശ്രീ നൽകി മാധുരിയെ ആദരിച്ചു. അഭിനയം കൂടാതെ നൃത്തത്തിലും മാധുരി വളരെയധികം പ്രശസ്തി നേടി. ഇന്നും പ്രസിദ്ധമായ ഉറുദു ഹിന്ദി ഗാനമായ ഏക് ദോ തീൻ എന്ന ഗാനരംഗത്തെ നൃത്തം വളരെ പ്രസിദ്ധമാണ്. इंतजार कौन है वो जिससे मैं करती हूँ प्यार और जिससे करती हूँ मिन्नतें बार बार. कैसे? ऐसे. ആറാം വയസ്സിൽ ചലച്ചിത്ര രംഗത്ത് ഏറ്റവും മികച്ച ബാലനടനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ സകലകലാ വല്ലഭനായ കമലഹാസൻ
മൗലികമായ പല പരീക്ഷണ ശ്രമങ്ങളും സിനിമയിൽ നടത്തി ചരിത്രം സൃഷ്ടിച്ചു. നിശബ്ദ ചിത്രമായ പുഷ്പക വിമാനം, അദ്ദേഹം സ്ത്രീവേഷത്തിൽ അഭിനയിച്ച ഔവേ ഷൺമുഖി, അപൂർവ സഹോദരങ്ങൾ, ഇന്ത്യൻ തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ബഹുമുഖ പ്രതിഭയായി അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. അഭിനയത്തിനു പുറമെ ഗായകനായും തമിഴ് സിനിമയിൽ നിർമ്മാതാവ് എന്ന നിലയിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യക്ക് പുറത്ത് ജനിച്ചിരുന്നുവെങ്കിൽ നിരവധി തവണ ഓസ്കർ അവാർഡുകൾ ഇതിനോടകം ഈ നടനെ തേടിയെത്തുമായിരുന്നു എന്ന് ചിലർ അദ്ദേഹത്തിന്റെ അതുല്യ നടന്റെ വൈഭവത്തെ പുകഴ്ത്തുന്നു. This song, sung by Kamal Haasan, is particularly striking for Malayalam lyrics thrown in for good measure. This was the first song in Indian cinema to run in slow motion in full length. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്ന തിരുവോണം. സുന്ദരം നീയും സുന്ദരി ഞാനും ചേർന്നിരുന്ന തിരുവോണം. കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരം നീയും സുന്ദരി ഞാനും ചേർന്നിരുന്ന തിരുവോണം. ഉന്നോട് സുന്ദര രൂപം വർണ്ണിക്കവോർ കവി വേണം. മോഹനരാഗം നിന്റേകം കീർത്തനമാക്കി ഞാൻ പാടും. പുഞ്ചിരിപ്പാലൻ ഉള്ളം കവർന്നു. കണ്ണാന കണ്ണേ എൻ സ്വന്തമല്ലോ നീ. സുന്ദരം നീയും സുന്ദരി ഞാനും ചേർന്നിരുന്ന തിരുവോണം. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്ന തിരുവോണം. കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം. സുന്ദരം നീയും സുന്ദരി ഞാനും ചേർന്നിരുന്ന തിരുവോണം. തോമസ് കുട്ടി വിട്ടോടാ. 1990 പുറത്തിറങ്ങിയ ഈ ചിത്രം ഹരിഹർ നഗർ കോളനിയിൽ താമസിക്കുന്ന മഹാദേവൻ, ഗോവിന്ദൻകുട്ടി, അപ്പുക്കുട്ടൻ, തോമസ് കുട്ടി എന്നീ 4 ചെറുപ്പക്കാരുടെ കഥയാണ്. ഈ കോളനിയിൽ പുതുതായി താമസിക്കാൻ വരുന്ന മായ എന്ന പെൺകുട്ടിയുമായി 4 പേരും പ്രണയത്തിലാകാൻ ശ്രമിക്കുന്നു. മായയെ സ്വന്തമാക്കാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങളും അതിനിടയിൽ ചെന്ന് ചാടുന്ന പുലിവാലുകളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. The film is one of the most widely viewed and remembered movies in Malayalam film industry. It has a cult status among the youth even 25 years later. The success of this movie inspired the director and the producer
to make the second and third part of the movie. ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ. എന്താണ് ഇവിടെ ആർക്കും ഓർമ്മണ്ടേ? എന്തായിരുന്നു ഇവിടെ ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാളിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങള്. എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ. ഇല്ല, ഇതാ വരാത്തത്. മനസ്സിലായോ? മലയാളിയുടെ സവിശേഷതകൾ എന്തെന്ന് ചോദ്യത്തിന് ഒരു വിരുദ്ധന്റെ ഉത്തരം ഇങ്ങനെയാണ്: മണിച്ചിത്രത്താഴ് സിനിമ 10 തവണ കണ്ടിരിക്കണം. അത്രത്തോളമാണ് ഈ ചിത്രത്തിന് ലഭിച്ച സ്വീകാര്യത. 20 വർഷം മുൻപ് ഒരു ക്രിസ്തുമസ് സമ്മാനമായാണ് ഫാസിൽ കേരളത്തിന് മണിച്ചിത്രത്താഴ് സമർപ്പിച്ചത്. ഇന്ത്യയിലെ മികച്ച സൈക്കോ ത്രില്ലറായാണ് ഈ സിനിമയെ കണക്കാക്കുന്നത്. അനാവശ്യമായ ഒരു രംഗമോ ബോറടിപ്പിക്കുന്ന കോമഡിയോ പൈങ്കിളി ഡയലോഗുകളോ ഇല്ലാത്തതാണ് മണിച്ചിത്രത്താഴിനെ മറ്റു ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. നർത്തകിയായ നാഗവല്ലിയോട് ആരാധന തോന്നുന്ന ഗംഗ പതുക്കെ അവരായി മാറുന്നതിലെ ഭാവപകർച്ച ശോഭന വളരെ ശക്തമായി അവതരിപ്പിച്ചു. ശോഭനയുടെ ഗംഗയായും നാഗവല്ലിയായുമുള്ള പകർനാട്ടത്തിന് മികച്ച നടിക്കുള്ള കേന്ദ്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചു. The music director M.G. Radhakrishnan, he is highly regarded as one of the most successful light music and film music composer in Malayalam. നായകന് പിന്നിൽ ഒളിക്കുന്ന നായിക സങ്കല്പം പൊളിച്ചെഴുതിയ ചിത്രമാണ് മണിച്ചിത്രത്താഴ്. സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ മലയാളത്തിൽ വിജയിക്കുന്നില്ലെന്ന പരാതിയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു വിജയം. അതാണ് 20 വർഷമായി മണിച്ചിത്രത്താഴിന്റെ ജനപ്രീതിക്കുള്ള അംഗീകാരവും.
Thank you.